നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം 2025 ഓഗസ്റ്റ് മാസം 13 ബുധനാഴ്ച ദിവസത്തെ കേരള ഗവൺമെന്റിന്റെ ധനലക്ഷ്മി ലോട്ടറി ഭാഗ്യത്തെക്കുറിച്ച് പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളോടും ലോട്ടറി ഭാഗ്യ പരീക്ഷണാർത്ഥികളോടും പങ്കുവെക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെയും വളരെ സ്നേഹത്തോടെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, ഞാനിവിടെ കുറെ നമ്പറുകൾ കൊടുത്തിട്ടുണ്ട്. 30 നമ്പറുകളോളം കൊടുത്തിട്ടുണ്ട്. ഈ 30 നമ്പറിൽ നിന്നും നിങ്ങൾ ഒരു നമ്പർ തിരഞ്ഞെടുത്ത് പോയി ആ ടിക്കറ്റ് എടുക്കുക. ഭാഗ്യദേവത നിങ്ങളെ അനുഗ്രഹിക്കും എന്നുള്ളതിൽ 100% ഞാൻ ഉറപ്പ് പറയുകയാണ്. 2025 ഓഗസ്റ്റ് മാസം 13 ബുധനാഴ്ച ദിവസം ധനലക്ഷ്മി ലോട്ടറി ടിക്കറ്റിന്റെ നെറുക്കെടുപ്പാണ് നടക്കുക. അന്നേ ദിവസം ഉച്ചകഴിഞ്ഞ് 3 മണിക്കാണല്ലോ നെറുക്കെടുപ്പ് നടക്കുക. അപ്പോൾ 50 രൂപ കൊടുത്ത് ധനലക്ഷ്മിയെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ കൂട്ടിക്കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ കൊടുത്തിരിക്കുന്ന ആ നമ്പറിൽ നിന്ന് ഒരു നമ്പർ നിങ്ങൾ സെലക്ട് ചെയ്തുകൊണ്ട് പോയി ടിക്കറ്റ് എടുക്കുക. നിങ്ങൾ നല്ല മനസ്സോടുകൂടിയാണ്, പൂർണ്ണ മനസ്സോടുകൂടിയാണ്, വിശ്വാസത്തോടു കൂടിയാണ് ആ നമ്പർ സെലക്ട് ചെയ്ത് കൊണ്ടുപോയി ഒരു ടിക്കറ്റ് എടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ധനലക്ഷ്മി നിങ്ങളുടെ കൂടെ വരും. ധനലക്ഷ്മിയെ അനുഗ്രഹിച്ച് നിങ്ങളുടെ ജീവിതം മാറി മറിയും. ഈ ബുധനാഴ്ച ദിവസം നിങ്ങളുടെ ജീവിതത്തിലെ ഒരു മാറ്റത്തിന്റെ ദിവസമാണ്. ധനലക്ഷ്മി മുഖേന നിങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും വിശ്വാസത്തോടു കൂടി ഞാൻ ഇവിടെ ആദ്യം കൊടുത്തിരിക്കുന്ന ആ 30 നമ്പറിൽ നിന്നും നിങ്ങൾ ഒരു നമ്പർ സെലക്ട് ചെയ്ത് എഴുതിയെടുത്തുകൊണ്ട് പോയി ടിക്കറ്റ് എടുക്കുവാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതം മാറി മറിയുന്ന ഒരു ദിവസമായിരിക്കും. ഭാഗ്യദേവത ധനലക്ഷ്മി നിങ്ങളെ അനുഗ്രഹിക്കുന്ന ഒരു ദിവസമാവും. നിങ്ങളുടെ കടങ്ങളെല്ലാം കൊടുത്തു തീർക്കുവാൻ കഴിയും. നിങ്ങൾക്ക് അത്യാവശ്യം നിങ്ങൾ ഞെരുങ്ങുന്ന സാമ്പത്തിക സ്ഥിതിയിൽ നിങ്ങൾക്കൊന്ന് മെച്ചപ്പെട്ട സാമ്പത്തിക സ്ഥിതിയിലേക്ക് ഒന്ന് മാറി നിൽക്കുവാൻ നിങ്ങൾക്കൊരു അവസരം വരുന്നൊരു ദിവസമായിരിക്കും. നിങ്ങളൊരു 10,000 രൂപയോ 5,000 രൂപയോ ഒക്കെ ആർക്കെങ്കിലും കടബാധ്യത കൊടുത്തു തീർക്കുവാൻ ഉണ്ടെങ്കിൽ ഒരു പക്ഷേങ്കിൽ ഭാഗ്യദേവത ധനലക്ഷ്മി നിങ്ങളെ അനുഗ്രഹിച്ചാൽ നിങ്ങൾക്ക് 50 രൂപ മുടക്കി ആ കടം വീഴാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ വലിയൊരു ഭാഗ്യം തന്നെയാണ്, ഒരു മഹാഭാഗ്യം തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടും പ്രയാസവും ഒക്കെ അനുഭവിച്ച് നിൽക്കുന്നവർക്ക് രക്ഷപ്പെടുവാൻ വേണ്ടി ഒരു മാർഗമാണ് ലോട്ടറി. 50 രൂപ അടുത്ത 5,000 കിട്ടിയാൽ നിങ്ങൾ എത്ര നാള് കടന്ന് തുഴഞ്ഞ് വേണം ഈ 5,000 രൂപ ഒരുമിച്ചുണ്ടാക്കാൻ. പക്ഷെങ്കിൽ ഭാഗ്യദേവത അനുഗ്രഹിച്ചാൽ നിങ്ങൾക്ക് ഒരു നിമിഷം കൊണ്ട് ബുധനാഴ്ച ഉച്ച കഴിഞ്ഞ് 3 മണി എന്ന് പറയുന്ന സമയമുണ്ടെങ്കിൽ ആ സമയം കഴിയുമ്പോൾ നിങ്ങളുടെ തലവര മാറി നിങ്ങൾക്ക് ധനലക്ഷ്മിയുടെ അനുഗ്രഹം വന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കടം കൊടുത്തു തീർക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളൊരു ടിക്കറ്റ് എടുക്കുക. നിങ്ങളൊരു ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷിച്ച് നോക്കുക. ജ്യോതിഷം പറയുന്നു ഇന്ന നാളുകാർക്കാണ് ലോട്ടറി ഭാഗ്യത്തിന് കൂടുതൽ സാധ്യത. അപ്പോൾ അതറിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ലോട്ടറി ഭാഗ്യത്തിന് സാധ്യതയുള്ള ദിവസമാണോ ഇല്ലയോ എന്നുള്ളതും അറിഞ്ഞതിന് ശേഷം നിങ്ങൾ 50 രൂപ കയ്യിലിരിക്കുന്നത് മുടക്കുക. അപ്പോൾ ഏതൊക്കെ നാളുകാർക്കാണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. ഈ ബുധനാഴ്ച ദിവസം ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് ശേഷമുള്ള നെറുക്കെടുപ്പിൽ ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ള നാളുകാർ ഇടവക്കുറിൽപ്പെട്ട കാർത്തിക മുക്കാൽ രോഹിണി മകരം 2 പാദം നാളുകാരാണ്. അവർക്ക് യോഗ്യതയുള്ള ദിവസമാണ്. ലോട്ടറി ഭാഗ്യത്തിന് സാധ്യതയുള്ള ദിവസമാണ്. മിഥുനക്കുറിൽപ്പെട്ട മകരം 2 പാദം തിരുവാതിര പുണർദം മുക്കാൽ നാളുകാർക്ക് ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. കർക്കിടകക്കുറിൽപ്പെട്ട പുണർദം കാല് പൂയം ആയില്യം നാളുകാർക്ക് അവർക്ക് ഭാഗ്യഭാവത്തിൽ ശനി നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ശനി ഭാഗ്യവും ഭാഗ്യക്കേടുകളും കൊടുക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അവർക്കും പ്രതീക്ഷിക്കാം. കന്നിക്കുറിൽപ്പെട്ട ഉത്രം മുക്കാൽ അത്തം ചിത്ര 2 പാദം നാളുകാർക്ക് കണ്ടകശനി നിൽക്കുന്ന സമയമായതുകൊണ്ട് അവർക്ക് നേട്ടം പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു ദിവസമല്ല. ചിങ്ങക്കുറുകാർക്കും അതിനുള്ള അനുകൂലമായ ഒരു ദിവസമല്ല. തുലാക്കൂറുകാർക്കും അനുകൂലമായ ഒരു ദിവസമല്ല. വൃശ്ചികക്കുറിൽപ്പെട്ട വിശാഖം കാലാനിഴം കേട്ട നാളുകാർക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ്. ധനുക്കുറിൽപ്പെട്ട മൂലം പൂരാട ഉത്രാടം കാൽ നാളുകാർക്ക് പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. കുംഭക്കുറിൽപ്പെട്ട ഔട്ടൻ 2 പാദം ചതയം പൂരുട്ടാതി മുക്കാൽ നാളുകാർക്ക് ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ്. അതുപോലെ തന്നെ മീനക്കുറിൽപ്പെട്ട പൂരുരുട്ടാതി കാൽ ഉത്രട്ടാതി രേവതി നാളുകാർക്കും ചിലപ്പോൾ അവർക്ക് കാര്യവിജയം അല്ലെങ്കിൽ ധനനേട്ടം ഒക്കെ മക്കളെ കൊണ്ട് അവരുടെ ഈ നാളുകാരായിട്ടുള്ളവരുടെ മക്കൾ മുഖേന ലോട്ടറി ഭാഗ്യം വന്നു തീരുവാൻ സാധ്യതയുള്ള ദിവസമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ലോട്ടറി ഭാഗ്യത്തിന്റെ സാധ്യത എന്നുള്ളത് അറിഞ്ഞിരിക്കുക. മിഥുനക്കുറിൽപ്പെട്ട മകരം 2 പാദം തിരുവാതിര പുണർദം മുക്കാൽ നാളുകാരായിട്ടുള്ള ലോട്ടറി വ്യാപാരികൾക്ക്, ലോട്ടറി തൊഴിലാളികൾക്ക്, ലോട്ടറി കച്ചവടക്കാർക്ക് അവർ വിൽക്കുന്ന ടിക്കറ്റിന് സമ്മാനം ലഭിക്കുവാൻ സാധ്യതയുള്ള ദിവസമാണ് ബുധനാഴ്ച ദിവസം. ഭാഗ്യദേവത അവരെ അനുഗ്രഹിക്കാൻ സാധ്യതയുള്ള ദിവസമാണ്. ധനലക്ഷ്മി അവരെ അനുഗ്രഹിക്കുവാൻ സാധ്യതയുള്ള ദിവസമാണ് ബുധനാഴ്ച ദിവസം.
അതുകൂടാതെ പ്രിയപ്പെട്ടവരെ, മറ്റൊരു കാര്യം ഞാൻ പറയട്ടെ. ഈ സ്ക്രീനിൽ ധാരാളം നമ്പറുകൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നമ്പർ നിങ്ങൾ സെലക്ട് ചെയ്ത് എഴുതിയെടുത്ത് കൊണ്ടുപോയി ടിക്കറ്റ് എടുക്കുവാൻ ശ്രമിക്കുക. നിങ്ങളുടെ ശ്രമം വിജയിക്കട്ടെ എന്ന് ഞാൻ ആദ്യമായിട്ട് ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ നിങ്ങളോട് മറ്റൊരു കാര്യം ഞാൻ പങ്കുവെക്കുന്നു. നിങ്ങൾ ഇങ്ങനെ എഴുതിയെടുത്തുകൊണ്ട് പോയി ടിക്കറ്റ് എടുക്കുവാൻ ശ്രമിക്കുമ്പോൾ എഴുതിയെടുത്തുകൊണ്ട് പോകുന്ന നമ്പറൊന്നും ചിലപ്പോൾ കിട്ടിയെന്ന് വരത്തില്ല. അപ്പോൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾക്ക് കിട്ടുന്ന ടിക്കറ്റിലെ 4 അക്ക നമ്പറുകളോ 6 അക്ക നമ്പറുകളോ നിങ്ങൾ കൂട്ടി നോക്കുമ്പോൾ 1 വരിക, 2 വരിക, 3 വരിക, 4 വരിക, 5 വരിക. അപ്പോൾ ഇങ്ങനെയുള്ള ടിക്കറ്റുകൾ നിങ്ങൾ എടുക്കുവാൻ ശ്രമിക്കുക. അതിൽ കൂടി ധനലക്ഷ്മി നിങ്ങളെ രക്ഷപ്പെടുത്തുവാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ധനലക്ഷ്മിയുടെ അനുഗ്രഹവും ഐശ്വര്യവും ഒക്കെ വന്നു വരുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഭാഗ്യദേവതയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചിട്ടുള്ളത് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.